ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന കുറച്ച് ഓർഗനൈസിങ്, അറേഞ്ച്മെൻറ്റ്, ക്ലീനിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, കുറച്ച് പണികളൊക്കെ പെൻഡിങ് ഉണ്ടല്ലോ എന്ന് ഓർത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് ഏരിയാസൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഈ ഒരു വീഡിയോ ഹെൽപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇന്ന് ഞാനൊരു DIY എക്സ്പെരിമെൻറ്റും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു ചെയർ ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പം ബീച്ചിലൊക്കെ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വണ്ടിയിൽ വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ചെയർ ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നാൾ ഞാൻ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെളിയിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ പെയിൻ്റ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. പെയിൻ്റ് അല്ല, അവിടെ ഉണ്ടായിരുന്ന ഈ പ്ലൈവുഡിൻ്റെ ഒക്കെ പോലത്തെ തിൻ ഷീറ്റ് ആയിരുന്നു. അപ്പോൾ അത് പോയി. അപ്പം അതിൽ ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ കുഴപ്പമില്ല. ആദ്യം കാണുമ്പോഴത്തേക്കിനും നേരത്തെ ആ ഒരു ലെയർ പോയിരുന്നതിൽ നിന്നും മാറിയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. DIY ആക്ടിവിറ്റീസിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്രാഫ്റ്റും ചെയ്യാം, അതേപോലെ തന്നെ മേക്ക് ഓവറും ചെയ്യാം. അപ്പോൾ പലതവണ പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റും മേക്ക് ഓവറും ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് മേക്ക് ഓവർ ചെയ്യാനായിട്ട്. അപ്പം ആ ചെയറിന് ഞാനൊന്ന് പെയിൻറ്റ് കൊടുത്തിട്ട് അതിനെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ചെയ്യാനുള്ള അടുത്ത ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഏറെ ക്ലോത്ത്സ് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഈ സ്വിങ് മെഷീൻ വെച്ചിട്ട് അതിനൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇതിനൊരു ചെറിയ പ്രോബ്ലം വന്നിട്ടുണ്ട്. ഈ ഒരു സ്വിങ് മെഷീൻ അതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മളതിൻ്റെ റിപ്പയറിംഗ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവരത് ശരിയാക്കി തരണം. കുറച്ച് നാളായി ഞാൻ ഈ ഒരു സ്വിങ് മെഷീൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രോബ്ലമാണ് അതിൻ്റെ ഒരു നീഡിലിൻ്റെ പോർഷനിലോട്ടോ. അപ്പം ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അതിനെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു റിപ്പയറിംഗ് ഷോപ്പ് ഉള്ളത് നമുക്കിവിടെ അടുത്തൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദൂരെ തന്നെ പോയിട്ട് ഇത് കൊടുക്കണം. അപ്പോൾ എപ്പോഴെങ്കിലും സമയമുള്ള സമയത്ത് ഇതൊന്ന് കൊണ്ടുപോയിട്ട് ശരിയാക്കണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസം ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ക്ലോത്ത്സ് ഉണ്ട് പെൻഡിങ് ആയിട്ടുള്ളതും. അപ്പം ആ ക്ലോത്ത്സ് എല്ലാം കൂടി ഇനി അടുക്കി മടക്കി അതിനെ ഒരു ബാസ്ക്കറ്റിലാക്കി മാറ്റി വെക്കുകയാണ്. കാരണം ഇനി ഈ സ്വിങ് മെഷീൻ റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം ഈ ക്ലോത്ത്സ് ഒന്ന് ശരിയാക്കാനായിട്ട്. ക്ലോത്ത്സിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും. ഇപ്പോൾ കുട്ടികളുടെ ആണെങ്കിൽ ചെറുതായിട്ട് സ്റ്റിച്ച് വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബട്ടൺ വയ്ക്കാനുണ്ടാവും. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്രെയിം തൂക്കിയിടാനുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇവിടെ മുന്നേ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു വോൾ ഹാങ്ങിങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇത് വളരെ റീസെൻ്റ്ലി ഞാൻ മുൻപൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഐ തിങ്ക് മോർണിംഗ് റുട്ടീൻ്റെ വ്ളോഗ് ചെയ്തപ്പോഴത്തേക്കിനും അതിൽ വോളിലൊരു ഹാങ്ങിങ് ഉണ്ടായിരുന്നു മോളുടെ ബർത്ത്ഡേയുടെ ടൈമിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എടുത്ത് മാറ്റിയതാണ് ഈ ഫ്രെയിം. അതിനുശേഷം ഈ ഫ്രെയിം എങ്ങോട്ടോ മാറ്റി വെച്ചു. അത് ഇപ്പോഴാണ് എനിക്കത് കണ്ടു കിട്ടിയത് എവിടെയാണ് വെച്ചിരുന്നത്. കാരണം അത് സേഫായിട്ട് വെക്കണമല്ലോ, അതൊരു ഗ്ലാസ്സാണുള്ളത്. അപ്പം അതിനെ ഞാനൊന്ന് വൈപ്പ് ചെയ്തിട്ട് അതിനെയും ഒന്ന് തൂക്കിയിടുന്നുണ്ടേ. അതേപോലെ തന്നെ എനിക്കൊരു കോട്ട് ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ട്. കാർഡ്ബോർഡ് പീസ് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബുക്കിൻ്റെയൊക്കെ ബൈൻഡർ പോലത്തെ അത്യാവശ്യം കട്ടിയുള്ളൊരു പീസ് ഉണ്ട്. അപ്പം അതെടുത്തിട്ട് അതിലേക്ക് ആദ്യം വിചാരിച്ചു റൈറ്റ് ചെയ്യാമെന്ന്. പിന്നെ നോക്കിയപ്പോഴത്തേനും നമ്മൾ ചിലപ്പം റൈറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അത്ര നന്നായിട്ട് വന്നില്ലെങ്കിൽ ഓർത്തിട്ട് അതിന് നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുക്കുന്നുണ്ട്. ആ പ്രിൻ്റ് എടുത്തതിനെ ഈ ഒരു വൈറ്റ് ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു സ്പേസിൽ ഒരു ഹോം ഓഫീസ് സ്പേസ് പോലെ ഞാനൊരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാൾക്ക് മുന്നേ. അപ്പം അവിടെയാണ് ഇപ്പം ഞാൻ വീട്ടിലുള്ള സമയത്ത് എൻ്റെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കോർണറാട്ടോ. അപ്പോൾ ആ ഒരു കോർണർ കുറച്ച് എനിക്കിഷ്ടമുള്ള രീതിയിലൊന്ന് കംഫർട്ടബിൾ ആക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിലാണ് ഞാൻ ഈ ഒരു കോട്ടും വെച്ച് കൊടുക്കുന്നത്.
അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് നമ്മൾക്ക് ബാൽക്കണിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു സ്പേസാണുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എനിക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചട്ടി, ഉപയോഗിക്കാത്ത ഒരു ചട്ടി ഉണ്ടായിരുന്നു. ആ ചട്ടിയിൽ കുറച്ച് വെള്ളം വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ പക്ഷികളൊക്കെ വരുവാണെങ്കിൽ അതിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. പലപ്പോഴും പക്ഷികൾ അവിടെ വരുന്നത് കാണാറുണ്ട്. ഞാൻ ഈ ചട്ടിയും അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അവിടെ കൊണ്ട് വെക്കാറുണ്ട് ഇങ്ങനെ വെള്ളമായിട്ട്. പക്ഷേങ്കിൽ ഇതുങ്ങൾ വന്ന് അത് കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഞാൻ മുൻപ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഷുഗറൊക്കെ ഇട്ടിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നൊരു കൂട്ടത്തിലായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ആ ഒരു ഷുഗറിൻ്റെ ഇൻടേക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് നാരങ്ങ വെള്ളം മാത്രമല്ല ഏത് ജ്യൂസ് ആണെങ്കിലും അതിലേക്ക് പോകുന്ന ഷുഗറിൻ്റെ ഇൻടേക്ക് കുറച്ചപ്പോൾ അതിൻ്റെ ഒരു ആ ജ്യൂസിൻ്റെയൊക്കെ ഒരു ആക്ച്വൽ ടേസ്റ്റ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഞാൻ നാരങ്ങ വെള്ളത്തിൽ നമുക്കിപ്പം ഒട്ടും മധുരം ഇല്ലാതെ കുടിക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം ചെയ്യാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ നാരങ്ങ വെള്ളം പിഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതെടുത്തപ്പോഴാണ് ഓർത്തത് ഇതും പിന്നെ അതേപോലെ നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി എടുക്കുന്ന ചവണയുണ്ടല്ലോ, ഇത് രണ്ടും ഞാൻ കുറച്ച് നാളെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് ഓർക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും ഇത് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇന്നെന്തായാലും അതിൻ്റെ ബാക്കി കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഒരു അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളവും തിളപ്പിച്ചിട്ട് പിന്നെ അതേപോലെ തന്നെ വിനെഗറും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതവിടെ വെക്കും. ആ ഒരു വാം വാട്ടറിൽ അതവിടെ കുറേ നേരം ഒക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഇറങ്ങി പോകും കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് പൊട്ടാറ്റോ വെഡ്ജസ് ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്കായിട്ട്. പിന്നെ അതേപോലെ അപ്പുറത്തിരിക്കുന്ന കുക്കറിൽ കുറച്ച് കറിയും ഉണ്ടാക്കിയത് അതിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പം അതിലേക്ക് തിരിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ നാളെ മാത്രമേ ഇതിൻ്റെ ബാക്കി ചെയ്യത്തുള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് ക്ലീനിങ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഇതേപോലെ എനിക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇന്ന് ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാലെടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിന് കഴിഞ്ഞ ദിവസം ഒരു ടിറാമിസു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുഡിംഗ് ഉണ്ടാക്കിയതിൻ്റെ ട്രേയും ഇതേപോലെ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം അതും കിച്ചണിലിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് തിരിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പണിയും നടക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീടത്തേക്കിനൊന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞത്. കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ശരിക്കും പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് തിരിച്ച് വെക്കുന്ന കുറച്ച് ദിവസം 2-3 ദിവസം ഞാനതൊന്ന് ഉണങ്ങിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് ഈ പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പാത്രം കഴുകി ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും വീണ്ടും വീണ്ടും അതിലേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വൈപ്പ് ചെയ്തിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അത്യാവശ്യം അല്ലറ ചില്ലറ പണികളുണ്ട്. നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ എടുക്കുന്നുണ്ട് ഇവിടെ.
പിന്നെ അതേപോലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ ഒരു ടീ ബാഗ് ഉണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലെമൺ ഫ്ലേവർ വരുന്ന ടീ ബാഗാണ്. ഞാൻ തന്നെ എപ്പോഴോ വാങ്ങിയപ്പോൾ തെറ്റിയെടുത്തത്. ലെമൺ ഫ്ലേവർ എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ഇവിടെ ആരും ഈ ഒരു ലെമൺ ഫ്ലേവറിലെ ടീ ഉപയോഗിക്കുന്നില്ല. ഞാൻ ടീയേ ഉപയോഗിക്കുന്നില്ല. അപ്പം ഇതിനി എനിക്ക് എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇത് പെട്ടെന്നൊരു ഇങ്ങനെ ബോക്സിലിരിക്കുമ്പോഴത്തേക്കിനും അതങ്ങോട്ട് തീരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഒരു കാണാൻ പറ്റുന്ന ഒരു ബോട്ടിലിട്ട് വെക്കുക. ഇതിങ്ങനെ ബോട്ടിലിട്ട് വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ടീ ബാഗ്സ് കാണുമ്പോഴത്തേക്കിനും അന്നാ ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കാം എന്ന് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഞാനാണെങ്കിൽ തന്നെ ചിലപ്പം എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ബോക്സിലുള്ളത് കളയണ്ട വെച്ചിട്ടാണ് ഞാനിതിനെ കളയുന്നില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലിട്ട് വെച്ചിട്ട് അതും നമ്മളുടെ ആ ഒരു ടീ കോർണർ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടീയും കോഫിയുടെയൊക്കെ സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. അപ്പം അതിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കാണുമല്ലോ ഓരോ പ്രാവശ്യവും. അപ്പോൾ 1-2 ദിവസം എടുത്തില്ലെങ്കിലും ഒരു ആഴ്ച കഴിയുമ്പോഴെങ്കിലും ഇതിൽ നിന്ന് 1-2 എണ്ണമൊക്കെ എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ മുൻപ് എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലേ ആയിരുന്നില്ല. ഞാൻ എല്ലാവരും കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ കുട്ടികളുടെ ലെഫ്റ്റ് ഓവർ വന്നാൽ അത് കഴിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ലഞ്ച് അല്ലെങ്കിൽ എൻ്റെ മീല് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിലും എടുത്ത് ഒരു പോർഷനൊക്കെ നോക്കി അത് വെക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇതിലൊരു ചെറിയ സന്തോഷമുണ്ടെന്ന് എനിക്ക് തന്നെ റിയലൈസ്ഡ് ആയത്. ഒട്ടും തിരക്ക് കൂട്ടാതെ വളരെ മൈൻഡ്ഫുള്ളി ആ എടുത്തിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഒരു ആഴ്ചത്തെ ഡീക്ലട്ടറിങ്ങിൽ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നൊരു പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർഡ്രോബിൻ്റെ മുകളിലത്തെ തട്ടിൽ കുറച്ച് ഏറെ സാധനങ്ങൾ കുറേ നാളായിട്ട് ഇരിപ്പുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പലതും നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കളയുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ ഞാൻ ഈ പല സമയങ്ങളിലായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു DIY ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം എനിക്ക് തുടക്കത്തിൽ ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് താഴെ നിന്നിട്ട് നോക്കുമ്പോഴത്തേക്കിനും അധികം അങ്ങോട്ട് കണ്ണെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങൾ കാണുന്നില്ല. അപ്പം ഞാൻ എൻ്റെ DIY ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ബാസ്ക്കറ്റ് ഓൾറെഡി അല്ലാണ്ട് പ്രിപ്പയർ ചെയ്ത് താഴത്തെ ഒരു പോർഷനിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കിനും നിങ്ങളും ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആവട്ടെ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് ഓർമ്മ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് ഇൻസ്പയറിങ് ആയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഈ ഒരു 2 ദിവസത്തെ ആക്ടിവിറ്റീസിൽ നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരവും എൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.